Hi everybody, VAC, Value Added Courses, 3rd semester, Forming Values, Literary and Cultural Narratives for Sciences. So students, today we are going to discuss the chapter Fragrance of Peace. Fragrance of Peace is a beautiful poem written by Irom Sharmila, a notable Indian activist. സോ ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യൻ ആക്ടിവിസ്റ്റായ ഇറോം ശർമിള എഴുതിയിട്ടുള്ള ഒരു മനോഹരമായൊരു കവിതയാണ് ഫ്രാഗ്രൻസ് ഓഫ് പീസ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഹൂ ഈസ് ഇറോം ശർമിള? ആരാണ് ഇറോം ശർമിള? സമരം, ഒരുപാട് സമരങ്ങൾ നിങ്ങൾ കേട്ട് കാണും അല്ലേ? പല രീതിയിൽ പല തരത്തിലുള്ള സമരങ്ങൾ. അതിലൊന്നാണ് നിരാഹാര സമരം. പക്ഷേ ഒരുപാട് നിരാഹാര സമരങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നീണ്ട 16 വർഷം നിരാഹാരം ചെയ്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പെൺകുട്ടിയാണ്, ആ ധീര വനിതയാണ് ഇറോം ശർമിള. നമുക്ക് 16 വർഷമാണ്, ദ ലോങ് 16 years നിരാഹാര സമരം കിടന്നത്, ഭക്ഷണം കഴിക്കാതെ. അവസാനം ഹെൽത്ത് വളരെയധികം മോശമായിട്ട് മാറിയ ഒരു സിറ്റുവേഷനിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ട്യൂബ് ഇട്ടിട്ട് അതിലൂടെയായിരുന്നു ഫുഡ് കയറ്റിയത്. എന്നിട്ടും ഭക്ഷണം കഴിക്കുക, ആ ഒരു വില്ലിങ്നെസ്സോട് കൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ള പരിപാടി ഇല്ലായിരുന്നു. ഇറോം ശർമിള എന്തിനായിരുന്നു സമരം ചെയ്തത്? മണിപ്പൂരിലെ ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സ് ആക്ട് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു മിലിറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു മിലിറ്ററി അല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് ആക്ട് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത, നിരാഹാരം സമരം ചെയ്ത, അതും 16 വർഷം, നീണ്ട 16 വർഷം സമരം ചെയ്ത, നിരാഹാര സമരം ചെയ്ത ഒരു ധീരയായ പെൺകുട്ടി അല്ലെങ്കിൽ വനിത, അവരാണ് ഇറോം ശർമിള. സോ ഇറോം ശർമിളയുടെ ഒരു കവിതയാണ് നമ്മൾ ഈ പഠിക്കുന്ന ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ ചാപ്റ്റർ വൺസ് അഗെയിൻ ഫ്രാഗ്രൻസ് ഓഫ് പീസ്. എന്താണ് പീസ്? സമാധാനം. സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ആ പെൺകുട്ടി സമരം ചെയ്തത്. ഫ്രാഗ്രൻസ്, നറുമണം, സ്മെൽ. സോ ദ ഫ്രാഗ്രൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ നറുമണം അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ സ്മെൽ എന്നൊക്കെ നമുക്ക് ഈ ഒരു കവിതയുടെ ഹെഡിങ്ങിനെ വായിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കവിതയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ഇറോം ശർമിള, അവർക്ക് എന്താണ് പറയാനുള്ളത്, ആ ഒരു കാര്യമാണ്. വളരെ ചെറിയൊരു കവിതയാണ്. എ ഷോർട്ട് ബട്ട് ബ്യൂട്ടിഫുൾ, ഡീപ്ലി ടച്ചിങ് പോം. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദ പോം ഫസ്റ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ പോം. See, Fragrance of Peace is a deeply introspective poem that tells about death, legacy, and the poet's desire to spread peace. എന്താ പറയുന്നത്? ഫ്രാഗ്രൻസ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു കവിത, ഇത് എ ഡീപ്ലി ഇൻട്രോസ്പെക്റ്റീവ് പോമാണ്. എന്താ ഡീപ്ലി ഇൻട്രോസ്പെക്റ്റീവ് പോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇൻട്രോസ്പെക്റ്റീവ്, ഡീപ്ലി എന്നുള്ള വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം. ഏകദേശം അതേ മീനിങ് തന്നെയാണ് ഇൻട്രോസ്പെക്റ്റീവ് എന്നുള്ള വാക്കിനും ഉള്ളത്. അതായത് ഇന്നർ മീനിങ്, അന്തർധാര എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻട്രോസ്പെക്റ്റീവ് എന്ന് പറയുക. എല്ലാ കവിതകളും അങ്ങനെ തന്നെയാണ്. ഡയറക്റ്റായിട്ടൊരു കാര്യം പറയുന്നതിനപ്പുറത്തേക്ക് ഇൻഡയറക്റ്റായിട്ട് വരികളിലൊക്കെ അർത്ഥം ഒളിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. ഓക്കെ, അതാണ് ഒരു കഥയും കവിതയും തമ്മിലുള്ളൊരു ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു കവിത വായിക്കുന്ന സമയത്ത് വി ഹാവ് ടു ഗോ ബിറ്റ്വീൻ ദ ലൈൻസ്, വി ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. എന്താണെങ്കിലും ഈ ഒരു കവിത അത്തരത്തിൽ ഒരുപാട് അർത്ഥങ്ങളുള്ള, ഒരുപാട് ഡീപ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു കവിതയാണ് ഇതെന്ന് പറയുന്നു. ദാറ്റ് ടെൽസ് അബൌട്ട് ഡെത്ത്, ലെഗസി ആൻഡ് ദ പോയറ്റ്സ് ഡിസയർ ടു സ്പ്രെഡ് പീസ്. അപ്പോൾ ഈ ഒരു കവിതയുടെ തീം എന്ന് പറയുന്നത്, ഈ കവിത പറയുന്നത് ഡെത്ത്, മരണത്തിനെ കുറിച്ചും ലെഗസിയെക്കുറിച്ചും, അതുപോലെ തന്നെ കവിയുടെ ആഗ്രഹം, ഡിസയർ, എന്തിനുള്ളത്? ടു സ്പ്രെഡ് പീസ്, സമാധാനം പരത്താനുള്ള കവിയുടെ ഒരു ആഗ്രഹം, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ കവിത പറയുന്നത്. The poem opens with the speaker expressing her wish for her body, that means dead body, to be placed on the sacred peak of Father Kauburu, a place of spiritual and cultural significance in Manipur. അപ്പോൾ ഈ കവിതയിൽ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താൻ മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഡെഡ് ബോഡി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പോം ഓപ്പൺസ് വിത്ത് ദ സ്പീക്കർ എക്സ്പ്രസിങ് ഹെർ വിഷ്. പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ അവരുടെ വിഷ് പറയാണ്, ആഗ്രഹം പറയാണ്. കവി അവരുടെ ആ ഒരു ആഗ്രഹം പറയാണ്. എന്താണ്? ഹെർ ബോഡി, ദാറ്റ് മീൻസ് ഡെഡ് ബോഡി, ടു ബി പ്ലേസ്ഡ് ഓൺ ദി സാക്രഡ് പീക്ക്. സാക്രഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വിശുദ്ധമായ, പവിത്രമായ എന്നുള്ള മീനിങ് ആണ്. സോ സാക്രഡ് പീക്ക് ഓഫ് ഫാദർ കൗബുരു,
ഇവിടെ നോക്കൂ, ഈ കൗബുരു എന്ന് പറയുന്നത് എ പ്ലേസ് ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഇൻ മണിപ്പൂർ. അപ്പോൾ മണിപ്പൂരിലുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഒക്കെയുള്ള ഒരു പ്ലേസാണ് ഈ പറയുന്ന കൗബുരു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. തൻ്റെ ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ബോഡി അങ്ങോട്ടേക്ക് വേണം കൊണ്ടുപോകാൻ എന്ന് പറയുകയാണ്. ഷീ റിജക്ട്സ് ദ കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് ക്രിമേഷൻ. അതായത് പരമ്പരാഗതമായിട്ട് അനുവർത്തിച്ചു പോരുന്ന ശവസംസ്കാര ചടങ്ങുകളുണ്ടല്ലോ, അതൊക്കെ മാറ്റണം, അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുകയാണ്. സോ ഷീ റിജക്ട്സ് ദ കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് ക്രിമേഷൻ, പെർട്ടിക്കുലർലി ദ യൂസ് ഓഫ് ഫയർ ആൻഡ് ആക്സസ്. അതായത് തീ ഉപയോഗിച്ച് നമുക്ക് അറിയാം, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡെഡ് ബോഡി അഗ്നിക്കിരയാക്കും അല്ലേ, അതല്ല എങ്കിൽ പിന്നെ കുഴിച്ചിടും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് രീതിയിലുള്ള ശവസംസ്കാര ചടങ്ങുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ പോയറ്റ് പറയുകയാണ് തൻ്റെ ഡെഡ് ബോഡി, താൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഡെഡ് ബോഡി ഒരിക്കലും കത്തിച്ച് കളയരുതെന്ന് പറയുകയാണ്. ഫയർ ആൻഡ് ആക്സസ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയാണ്. ഫയർ എന്ന് വെച്ചാൽ തീയാണ്, ആക്സ് എന്ന് വെച്ചാൽ മഴുവാണ്. അപ്പോൾ മരം ഒക്കെ വെട്ടി, മഴുകൊണ്ട് മരം ഒക്കെ വെട്ടി അത് കത്തിച്ച് തൻ്റെ ഡെഡ് ബോഡി കത്തിച്ച് ആ ഒരു രീതിയിലുള്ളൊരു സംസ്കാരം തനിക്ക് വേണ്ട എന്ന് പറയുകയാണ്. ബിക്കോസ് വിച്ച് സിംബലൈസസ് ഡിസ്ട്രക്ഷൻ ആൻഡ് വയലൻസ്. അപ്പോൾ പോയറ്റ് പറയുകയാണ് അത് ഈ ഫയറും ആക്സും ഇതൊക്കെ സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? നാശത്തിനെയാണ്, ഡിസ്ട്രക്ഷനെയാണ്, അല്ലെങ്കിൽ വയലൻസിനെയാണ്. തനിക്ക് അങ്ങനെ നശിക്കേണ്ട എന്ന് പറയുകയാണ്, തൻ്റെ ഡെഡ് ബോഡി അങ്ങനെ നശിക്കേണ്ട എന്ന് പറയുകയാണ്. ഇൻസ്റ്റഡ്, പകരം, ഷീ ലോങ്സ് ഫോർ ഹെർ ബോഡി ടു ഡീകമ്പോസ് നാച്ചുറലി. പകരം കുഴിച്ചിട്ടാൽ മതി, ബറി ചെയ്താൽ മതി എന്ന് പറയുകയാണ്. തൻ്റെ ബോഡി മണ്ണിലലിയട്ടെ, മണ്ണിനോട് ചേരട്ടെ എന്ന് പറയുകയാണ്. മേർജിങ് വിത്ത് ദ എർത്ത് ആൻഡ് ട്രാൻസ്ഫോമിങ് ഇൻ ടു ഓർ വിത്തിൻ ദ മൈൻസ്. അതായത് തൻ്റെ ഡെഡ് ബോഡി മണ്ണിൽ അലിഞ്ഞ് ഡീകമ്പോസ് ചെയ്ത് അത് മണ്ണുമായി, അതിൻ്റെ മൈൻസുമായി അയിരുമായിട്ടൊക്കെ ട്രാൻസ്ഫോം ചെയ്യട്ടെ, മണ്ണിനോട് ലയിക്കട്ടെ, ധാതുലവണങ്ങളായിട്ട് മാറട്ടെ എന്ന് പറയുകയാണ്. In the concluding lines, she tells that she will spread the fragrance of peace from Kangle, her birthplace, to every corner of the world. അപ്പോൾ ഈ കവിതയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം, കൺക്ലൂഡിങ് ലൈൻസിൽ ഷി ടെൽസ് ദാറ്റ് ഷി വിൽ സ്പ്രെഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് പീസ്. എന്താ ഫ്രാഗ്രൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെൽ, നറുമണം. അപ്പോൾ സമാധാനത്തിൻ്റെ നറുമണം താൻ എല്ലായിടത്തും പരത്തും എന്ന് പറയുകയാണ്. എവിടെ നിന്ന് മുതൽ? ഫ്രം കംഗ്ലേ. കംഗ്ലേ എന്ന് പറയുന്നത് ഇവരുടെ കവിയുടെ ബർത്ത് പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് മുതൽ ഞാൻ എൻ്റെ ഈ പറയുന്ന സമാധാനത്തിൻ്റെ നറുമണം അവിടെ മുതൽ എല്ലായിടത്തും ഞാൻ പരത്തും എന്ന് പറയുകയാണ്. ടു എവറി കോർണർ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഞാൻ സമാധാനം പരത്തും എന്ന് പറയുകയാണ്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യും. ഞാൻ എൻ്റെ ഈ ഒരു പീസ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു കാര്യത്തിൻ്റെ ഫ്രാഗ്രൻസ് ഞാൻ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ തുടക്കം എവിടെ നിന്നായിരിക്കും? എൻ്റെ ജന്മസ്ഥലമായ കംഗ്ലയിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ത്രൂ സം themes depicted in this poem. The first one is desire for legacy. അതായത് the poem expresses the speaker's desire to leave a lasting legacy, inspiring future generations to work towards peace and justice. ഈ ലെഗസി എന്ന് പറയുന്നത് എന്താണ്? പൈതൃകം എന്നൊക്കെ പറയും നമ്മൾ, അല്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓഫ് പെർട്ടിക്കുലർ ഇവൻറ്റ്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒക്കെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ, പ്രവൃത്തിയുടെ ഒക്കെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ മുൻപ് കഴിഞ്ഞു പോയ കാലത്ത് നടന്ന കാര്യങ്ങളാണ്. ഓർ ഓഫ് എ പേഴ്സൺസ് ലൈഫ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാവാം. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ ലെഗസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ റോം ശർമിള എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു സാക്രഡ് ആയിട്ടുള്ള ആ ഒരു ആക്റ്റ്, ആ ഒരു പ്രവൃത്തി, സമാധാനത്തിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടം, ആ ഒരു ലെഗസി അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ട് പോയിറ്റ് എന്ന് പറയുകയാണ്. ഡിസയർ ഫോർ ലെഗസി. ദ പോം എക്സ്പ്രസ്സസ് ദ സ്പീക്കേഴ്സ് ഡിസയർ ടു ലീവ് എ ലാസ്റ്റിംഗ് ലൈഫ്. അപ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാസ്റ്റിംഗ് ലെഗസി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം പോയിറ്റിന് ഉണ്ട്. ഇൻസ്പയറിങ് ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ആ ഒരു ലെഗസി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻസ്പയർ ദ ഫ്യൂച്ചർ ജനറേഷൻ ടു വർക്ക് ടുവേർഡ്സ് പീസ് ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ സമാധാനത്തിലേക്ക് നയിക്കാൻ, നീതിയിലേക്ക്, ന്യായത്തിലേക്ക് നയിക്കാൻ ആ ഒരു ലെഗസി തീർച്ചയായിട്ടും ഫ്യൂച്ചർ ജനറേഷനെ ഇൻസ്പയർ ചെയ്യും എന്ന് പറയുകയാണ്. സോ ഡിസയർ ഫോർ എ ലെഗസി
എന്ന് പറയുന്നത് ഇതിലൊരു തീമായിട്ട് ഒരു വലിയൊരു പോയിൻ്റായിട്ട് വരുന്നുണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് ലോങ്ങിങ് ഫോർ പീസ്. ഈ കവിതയുടെ ഏറ്റവും പവർഫുൾ ആയൊരു തീം എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഹെഡിങ് തന്നെയാണ്, ഫ്രാഗ്രൻസ് ഓഫ് പീസ്, അതായത് സമാധാനത്തിൻ്റെ നറുമണം എന്നുള്ളത്. സോ ലോങ്ങിങ് ഫോർ പീസ്, അപ്പോൾ ആഗ്രഹം, പീസ്, സമാധാനം, ലോകത്ത് സമാധാനം വരാനുള്ളൊരു ആഗ്രഹം. ദ പോം കൺവേയ്സ് ഇറോം ഷർമിളാസ് ഡീപ്പ് ഡിസയർ ഫോർ പീസ്. അപ്പോൾ ഇറോം ഷർമിളയുടെ ഒരു ആഴത്തിലുള്ള ഒരു ആഗ്രഹം, എന്തിനുള്ള ആഗ്രഹം? സമാധാനം വരാൻ വേണ്ടിയിട്ട്, ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹം, അതാണ് ഈ കവിത എന്ന് പറയുന്നത്. ആൻഡ് ആൻ എൻഡ് ടു വയലൻസ്, അതുപോലെ തന്നെ വയലൻസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇൻ ഹെർ ഹോം ലാൻഡ് മണിപ്പൂർ, പ്രത്യേകിച്ചും എവിടെ? ഇവരുടെ ഹോം ലാൻഡ് ആയിട്ടുള്ള മണിപ്പൂർ. അപ്പോൾ മണിപ്പൂരിൽ ഈ പറയുന്നത് പോലെ തന്നെ ആർമഡ് ഫോഴ്സിൻ്റെ, മിലിറ്ററി ഫോഴ്സിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ നാട്ടുകാർ അനുഭവിക്കേണ്ടി വന്നപ്പോൾ, ഒരുപാട് വെടിവെപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ, ഒരു ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അനുഭവിക്കേണ്ടി വന്ന സമയത്താണ് ഇറോം ഷർമിളയെ പോലെ ഒരു പെൺകുട്ടി സമരത്തിനിറങ്ങുന്നത്. 16 വർഷം നീണ്ട നിരാഹാര സമരം. അപ്പോൾ ഈ പറയുന്ന അവരുടെ ബർത്ത് പ്ലേസിൽ വയലൻസൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സമാധാനമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു അതിയായ ആഗ്രഹം, ഡീപ്പ് ഡിസയർ, അതാണ് ഈ കവിതയിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇമേജറി ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത്. The poem uses powerful imagery where the speaker asks to be taken to the soil of Father Kauburu after death. അപ്പോൾ താൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന് ശേഷം തൻ്റെ ഡെഡ് ബോഡി ഫാദർ കൗബൂരിലേക്ക് കൊണ്ടുപോകണം, അതിൻ്റെ അവിടെയുള്ള മണ്ണിൽ വേണം തൻ്റെ ഡെഡ് ബോഡി അലിയാൻ എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് സിംബലൈസിങ് എ കണക്ഷൻ ടു ഹെർ ലാൻഡ് ആൻഡ് ഹെറിറ്റേജ്. അപ്പോൾ ഇത് അവരുടെ ആ ഒരു ലാൻഡ്, അവരുടെ ഒരു ഹെറിറ്റേജ്, അതിൻ്റെ ഒരു ബന്ധം, ആത്മബന്ധം വെളിവാക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റിന്യൂവൽ. ദ പോം ഹൈലൈറ്റ്സ് ദ തീം ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ചേഞ്ച്, ഒരു മാറ്റം, താൻ മരിച്ചു കഴിഞ്ഞാലും തൻ്റെ അംശം ഈ മണ്ണിൽ ഉണ്ടാകണം എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ഡിസയർ, അത് ഈ കവിതയിലുണ്ട്. ദ പോം, അതുകൊണ്ടാണ് കത്തിക്കരുതെന്ന് പറയുന്നത്. ദ പോം ഹൈലൈറ്റ്സ് ദ തീം ഓഫ് ട്രാൻസ്ഫോർമേഷൻ വേർ ദ സ്പീക്കേഴ്സ് ബോഡി വിൽ ഡീകേ ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദ എർത്ത്. അപ്പോൾ തൻ്റെ ഡെഡ് ബോഡി മണ്ണിൽ ഡീകേ ചെയ്ത് അലിഞ്ഞ് ഇല്ലാതായി ഈ ഭൂമിയുമായിട്ട് ചേരണം എന്ന് പറയുകയാണ്. സ്പ്രെഡിങ് ദ ഫ്രാഗ്രൻസ് ഓഫ് പീസ്, അങ്ങനെ ഈ പറയുന്ന സമാധാനത്തിൻ്റെ നറുമണം എനിക്ക് പരത്തണം എന്ന് പറയുകയാണ്. ദെൻ സിംബോളിസം ഓഫ് പീസ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ദ ഫ്രാഗ്രൻസ് ഓഫ് പീസ് ഈസ് എ സിംബൽ ദാറ്റ് വിൽ സ്പ്രെഡ് ഗ്ലോബലി, റെപ്രസെൻറ്റിംഗ് ദ സ്പീക്കേഴ്സ് ഹോപ്പ് ഫോർ എ മോർ പീസ്ഫുൾ വേൾഡ്. അപ്പോൾ പോയറ്റ് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡാണ്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇടമാണ്, ഒരു വേൾഡാണ്. അപ്പോൾ ഈ ഫ്രാഗ്രൻസ് ഓഫ് പീസ് എന്ന് പറയുന്നത് തന്നെ, ഈ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പീസ് എന്ന് പറയുന്നത് തന്നെ സിംബലായിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അവർ കേവലം മണിപ്പൂരിലുള്ള സമാധാനത്തിനെ കുറിച്ചിട്ടല്ല, പക്ഷേ ഗ്ലോബലി, അതല്ലെങ്കിൽ ടു ദി എൻറ്റയർ വേൾഡ് ഈ ഒരു ഫ്രാഗ്രൻസ് പരക്കണം. എന്തിൻ്റെ ഫ്രാഗ്രൻസ്? സമാധാനത്തിൻ്റെ എന്ന് പറയുകയാണ്. ദെൻ ഫൈനലി പേഴ്സണൽ സാക്രിഫൈസ്. The poem is also a recollection of Irom Sharmila's personal sacrifices, as she has been on a hunger strike for over 16 years. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്, നീണ്ട 16 വർഷം നിരാഹാര സമരം നടത്തിയ ഒരു പെൺകുട്ടിയാണ്, ധീരയായ പെൺകുട്ടിയാണ് ഇറോം ഷർമിള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിത, അല്ലെങ്കിൽ ഈ കവിതയിൽ അവരുടെ തന്നെ ഒരു പേഴ്സണൽ സാക്രിഫൈസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ താൻ മരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ താൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, താൻ ഇവിടെ 16 വർഷം സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പേഴ്സണൽ സാക്രിഫൈസ്, നിങ്ങൾ ഓർത്ത് നോക്കുക, നീണ്ട 16 വർഷം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ യൗവന കാലഘട്ടമാണ്. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും നിറഞ്ഞ കാലഘട്ടം ത്യജിക്കുകയാണ് നാടിനു വേണ്ടിയിട്ട്, സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നീണ്ട 16 വർഷം തൻ്റെ ശരീരത്തിനെ മറന്ന് അവർ നിരാഹാരം കിടക്കുകയാണ്. സോ ഡിമാൻഡിങ് the repeal of the Armed Forces Special Powers Act, അതായത് AFSPA ഇൻ മണിപ്പൂർ. അപ്പോൾ മണിപ്പൂരിലുള്ള AFSPA, അതായത് ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്, അപ്പോൾ അത് പിൻവലിക്കുക എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ സമരം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് അവരുടെ തന്നെ ലൈഫിനെ കാണിക്കുന്നുണ്ട്, അവരുടെ സ്ട്രഗിളിനെ കാണിക്കുന്നുണ്ട്, അവരുടെ ഒരു പേഴ്സണൽ സാക്രിഫൈസിനെ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. So students,
ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇറോം ശർമിളയുടെ ഒരു ലൈഫാണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാൻ പറ്റുന്നത്. അവരുടെ ഒരു പേഴ്സണൽ സാക്രിഫൈസ് ആണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലെഗസി, ഡെത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സബ് തീമുകളൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള വളരെ കുറച്ച് വരികൾ മാത്രമുള്ള പക്ഷെ ഒരുപാട് അർത്ഥങ്ങൾ തരുന്ന, ഈ പറഞ്ഞതുപോലെ തന്നെ സമാധാനത്തിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ തരുന്ന ആ സമാധാനം എന്ന് പറയുന്ന, ആ പീസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പരക്കെ അതിന് സ്പ്രെഡ് ചെയ്യിക്കുന്ന രീതിയിൽ, ഒരു ഫ്രാഗ്രൻസ്, നറുമണം, സ്മെല്ല് അത് പരത്തുന്ന രീതിയിൽ സമാധാനം പരത്തുക എന്നുള്ളൊരു തീവ്രമായൊരു ആഗ്രഹം, ആ ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു പെൺകുട്ടി ഇറോം ശർമിള, അവരുടെ ഒരു പേഴ്സണൽ സാക്രിഫൈസ്, അതാണ് ഈ കവിതയിൽ കാണാൻ പറ്റുന്നത്. അവർക്ക് എന്താണോ പറയാനുള്ളത് സമാധാനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ പറയാനുള്ളത് ഈ ഭൂമിയെക്കുറിച്ച്, ഈ ഭൂമിയിൽ സമാധാനം വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ്. സോ ആ ഒരു കവിത, നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ഈ ഒരു കവിത എന്ന് പറയുന്നത്, പഠിച്ച ഈ ഒരു കവിത എന്ന് പറയുന്നത് ഇറോം ശർമിളയുടെ ലൈഫിനെ തന്നെയാണ് എടുത്ത് കാണിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിച്ചു വയ്ക്കുക. സോ സ്റ്റുഡൻസ്, hope you understood. Anyway, bye all. Thank you.